ഒരു ഗൃഹനിർമ്മാണത്തിന് പ്രീതിപ്പെടുത്തേണ്ടുന്ന ദേവതകൾ ആരൊക്കെയാണ്? ഗ്രാമദേവത എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിനൊരു ദേവതയുണ്ട്. ദേശദേവത അല്ലെങ്കിൽ ഗ്രാമദേവത എന്ന് പറയുന്നത്. അപ്പൊ ആ ദേവതേന്റെയാണ് ആ സ്ഥലം എന്നാ. കേരളത്തിലെ ഭൂമി 2 തരം ഭൂമിയുള്ളൂ കേരളത്തിൽ. ഒന്നുകിൽ ബ്രാഹ്മണ ഭൂമി എന്ന് പറയും, അല്ലെങ്കിൽ സർപ്പഭൂമി എന്ന് പറയും. കാരണം പരശുരാമൻ പകുത്തു കൊടുത്തിട്ടുള്ള ഭൂമിയാണ് ഇവിടുത്തെ ബ്രാഹ്മണന്മാർക്കൊക്കെ. ഗണപതി എന്ന് പറഞ്ഞാൽ എന്തിന്റെ ദേവനായിരിക്കും? തടസ്സങ്ങൾ മാറ്റാനുണ്ട്. ഈ തടസ്സം എപ്പോഴാണ് ഉണ്ടാവുക? കാശില്ലാതിരിക്കും. അത് ലക്ഷ്മിക്കുട്ടീൻ്റെ ഡിപ്പാർട്ട്മെന്റ്. ഗണപതി ശരിക്കും ബോധത്തിന്റെ ഓക്കെ, ബോധേശ്വരനാണ്. വിഘ്നേശ്വരനല്ല, ബോധേശ്വരനാണ്. വീടുണ്ടാക്കാൻ വേണ്ടി 1 ബോധം ഉണ്ടാവണം, 2 ധനം ഉണ്ടാവണം. ഇത് 2 ഉണ്ടാകണമെങ്കിലാണ് ലക്ഷ്മിയെ ഗണപതിയെ ചേർത്ത് പിടിക്കണം. ക്രിസ്ത്യനായാലും ശരി, ഇസ്ലാമായാലും എല്ലാം ഈ 2 വേണം. അതായത് തടസ്സം ഉണ്ടായത്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വിവാദമാണ് സാധനം. ഈ ഓണം എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിന്റെ തന്നെ ആഘോഷമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ടെന്നാണ്. മഹാബലി കേരളം ഭരിച്ചിട്ടുണ്ടോ? ഇതായിരിക്കണം നമ്മളുള്ള സങ്കല്പം. മാനിഫെസ്റ്റ് ചെയ്യണം. അതാണ് ഞാൻ വീട് വെച്ച സമയത്ത് ഫൗണ്ടേഷൻ ബേസ്മെന്റ് കെട്ടി മൊത്തം മണ്ണ് ഫില്ല് ചെയ്ത് അവിടെ 3 തവണ വാഴ കൊലച്ച് വാഴ വെട്ടിയിട്ട് കാശില്ലാത്തോണ്ട് 1 വർഷം കേട്ടോ. അപ്പൊ ഒരു പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞു ശുദ്ധീകരിച്ചിട്ടാണ് നമ്മുടെ വീട്. അന്ന് പൈസ ഇല്ലാത്തോണ്ട് വാഴ, ചീനി, ചേമ്പ് നന്നായിട്ട് വിളഞ്ഞു. കപ്പ വാഴ, മറ്റേ ചുവന്ന വാഴയൊക്കെ. അല്ല, അത് തന്നെ നല്ല ഭൂമിയാണെന്നുള്ള തെളിവാണ്. അതെ. ഈ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, ശ്രീകോവില്, നാലമ്പലമൊക്കെ പണിയുമ്പോൾ മണ്ണ് ഫില്ല് ചെയ്ത് അതില് ചെടി കിളിച്ച് വളർന്ന് അതില് പശുവിനെ കൊണ്ട് കെട്ടി പശു അത് തിന്ന് ചാണകവും ഗോമൂത്രവും പശു തന്നെ അവിടെ ഇട്ടാലാണ് പിന്നീട് നല്ലതായിട്ട് വരിക. അത് നമ്മളെ വീട്ടിലും ഉണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, നവധാന്യമൊക്കെ ഇട്ട് അത് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുളച്ച് വന്ന് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് അതാണ്, ഒരു പശുവിനെ കഴിച്ചു വിടുക. അപ്പൊ പശു വന്നിട്ട് അത് തിന്ന് അതിന്റെ 1ഉം 2ഉം ഒക്കെ അവിടെ വീണ് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയി, ശുദ്ധിയായി. പക്ഷേ ഇപ്പൊ എവിടെ സമയം ആരെങ്കിലും ഒരു വസ്തു വാങ്ങുന്നു, താങ്കളെ പോലെയുള്ള ഒരാൾ വന്ന് നോക്കുന്നു, താങ്കൾ അവിടെ ചെന്ന് ദിശയും ദിക്കൊക്കെ നോക്കി കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു, പ്ലാൻ ആകുന്നു, എസ്റ്റിമേറ്റ് ആകുന്നു, പടപട പണി തീർക്കാന്ന്. അപ്പൊ ഇതിലെന്താന്നോ, അപ്പൊ ഞങ്ങൾക്ക് അതിൽ ഇതുണ്ട് കേട്ടോ. ഞങ്ങളത് എന്തായാലും നോക്കിയേ പറ്റും. കാരണം എന്ന് പറഞ്ഞാല് ആരോ കുറ്റിയടിച്ച നിശാന്തോപ്പില എന്നിട്ട് അങ്ങനെ അപ്പൊ അത് എന്ത് വന്നാലും പിന്നെ ഇങ്ങോട്ടേക്കാണ് വരിക. അപ്പൊ അതുകൊണ്ട് നമ്മളത് 100% നോക്കിയേ പറ്റൂ. നോക്കുക അത്. എന്നിട്ട് പക്ഷേ ഈ ചടങ്ങ് ഇപ്പൊ നല്ല ഭൂമിയാണോ ചീത്ത ഭൂമിയാണോ വീട് വെക്കാൻ നല്ലതാണോ ഇതാണ്. അപ്പൊ എന്ത് തരത്തിലാണ് നമുക്ക് അതിനെ നന്നാക്കി എടുക്കാൻ പറ്റും, പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ആരും സങ്കടപ്പെടുകയൊന്നും വേണ്ട. അയ്യോ ഞാനിതായിപ്പോയി, ഇനിയിപ്പോൾ ഇയാൾ വന്നിട്ട് ഇത് പറ്റൂല എന്നെല്ലാം പറയുമോ. അങ്ങനെ ഇതാണ് വിദിശയാണെങ്കിൽ നമ്മൾ നോക്കണം. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ വിദിശകളിലും വീടൊക്കെ ഉണ്ടാക്കാം, പക്ഷെ കുറേ കാലം താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്ട്സ് അത്ര ഇതായിരിക്കില്ല. അതുകൊണ്ട് അതാണ് ഈ ദിശേൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി പിന്നെ ഇത് ഇത്രയും പറഞ്ഞ നിലയിൽ ഒരു കാര്യം കൂടി പറയുക. ഈ നമ്മളിവിടെ ഒരു സമ്പ്രദായമുണ്ട്, ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് നോക്കുന്നതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കാലത്ത് ഒക്കെ പല ഉപയോഗങ്ങളും നടന്ന ഭൂമിയായിരിക്കും. അപ്പം ഇനി അഥവാ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരക്രിയകളുണ്ട്. അപ്പം അതും കൂടി ആയി കഴിഞ്ഞാൽ 100% എന്താ പറയുക, വിശ്വാസയോഗ്യമായിട്ടുള്ള ഭൂമിയായി. ഒരു ഗൃഹനിർമ്മാണത്തിന് പ്രീതിപ്പെടുത്തേണ്ടുന്ന ദേവതകൾ ആരൊക്കെയാണ്? വെരി ഗുഡ്. സാധാരണ എല്ലാം നമ്മൾ പറയുന്നതാണ് ഗണപതിയിൽ തുടങ്ങാന്നാണല്ലോ അല്ലേ. അതാണ് കന്നിമൂല ഗണപതി, അതാണ്. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ചെയ്യണത് ഈശ്വരന്മാർ പുറമുള്ള ഒരു സാധനങ്ങളല്ല. അപ്പോൾ അത് പറയുകയാണെങ്കിൽ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. അത് അപ്പോൾ ആദ്യം നമ്മൾ വരുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു കുറ്റി അടിക്കുമ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ വീട്ടുകാരന് അയാളുടെ അടുത്ത തലമുറ വരേണ്ടതാണ്. അപ്പോൾ ഇതൊരു തറവാടായി മാറേണ്ട. അപ്പോൾ ആ തറവാട്ടിലൊരു കുലദേവത ഉണ്ടാവും. അപ്പോൾ അതിനൊന്ന് നമ്മൾ സീരിയസ്ലി എടുക്കണം. ആ കുലദേവതേനെ ഒന്ന് മനസ്സുകൊണ്ടൊന്ന് രജിസ്റ്റർ ചെയ്യണം കുറ്റി അടിക്കുമ്പോൾ തന്നെ. ആ കുറ്റി അടിക്കുമ്പോൾ അതിനൊക്കെയുള്ള പ്രോസസ്സ് ഉണ്ട് കേട്ടോ. പിന്നെ എന്താ ഗ്രാമദേവത എന്ന് പറയും. ഗ്രാമദേവത എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിനൊരു ദേവതയുണ്ട്. ദേശദേവത അല്ലെങ്കിൽ ഗ്രാമദേവത എന്ന് പറയുന്നത്. അപ്പോൾ ആ ദേവതേൻ്റെയാണ് ആ സ്ഥലം എന്നാ. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഭൂമി 2 തരം ഭൂമിയുള്ളൂ കേരളത്തിൽ. ഒന്നുകിൽ ബ്രാഹ്മണ ഭൂമി എന്ന് പറയും, അല്ലെങ്കിൽ സർപ്പഭൂമി എന്ന് പറയും. കാരണം പരശുരാമൻ പകുത്തു കൊടുത്തിട്ടുള്ള ഭൂമിയാണ് ഇവിടുത്തെ ബ്രാഹ്മണന്മാർക്കൊക്കെ. അപ്പോൾ അങ്ങനെയായിട്ട് എന്താണെന്ന് വെച്ചാൽ ബ്രാഹ്മണൻ്റെ ഇതായിട്ട് തന്നെയാണ് വരുന്നത് അധികം. അപ്പോൾ ഇത് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ദേശത്തിലൊരു ദേവത ഉണ്ടാവും.
ആ ദേശത്തിലുള്ള ദേവതേൻ്റെ അണ്ടറിലാണ് അത്രയും ഭൂമി വരിക. അപ്പോൾ നമ്മൾ ആ ഗ്രാമദേവതേനെ ഒന്ന് നമ്മൾ പ്രീതിപ്പെടുത്തണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെയാണ് ഉണ്ട്. അപ്പോൾ ഇതേ അവിടുത്തെ അടിയാങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കൂടുന്നുണ്ടേ, അതിപ്പോൾ ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യൻ ആയാലും ശരി, ആരായാലും ശരി, അത് നല്ല അവിടെ ഒരു രജിസ്ട്രേഷനാണ് നമ്മളവിടെ. അതാണ്. അപ്പോൾ ഒന്ന് ഗ്രാമദേവത, രണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ കുലദേവത, പിന്നെ ഒരു ഇഷ്ടദേവത എന്ന് പറയുന്നത് നമുക്ക് തന്നെ അതെ ഞാനിത് തുടങ്ങാൻ പോവുകയാണ്, എൻ്റെ കൂടെ നിന്നേക്കണേ എന്ന് പറയാൻ ഒരു നമ്മളെ കൂടെ ഒരു നിൽക്കാൻ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ആരാണോ ആ ദേവൻ. ഇതാണ് കാര്യമായിട്ട്. പിന്നെ സാധാരണ ഗതിയിൽ വീടുണ്ടാക്കണമെങ്കിൽ 2 സാധനമാണ് വേണ്ടത്. ഒന്ന് ഗണപതി എന്ന് പറയും. ഗണപതി എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ദേവനായിരിക്കും? തടസ്സങ്ങൾ മാറ്റാനുള്ള. ഈ തടസ്സം എപ്പോഴാണ് ഉണ്ടാകുക? കാശില്ലാതിരിക്കും. അത് ലക്ഷ്മിക്കുട്ടീൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാ. അത് ഈ ഗണപതിനെ എല്ലാവരും പറയാം വിഘ്നേശ് എന്നല്ലേ. ശരിക്കും ഈ വിഘ്നം എന്ന് പറയുന്ന വാക്ക് നല്ലതാണോ? വിഘ്നം എന്ന് പറയുന്ന വാക്ക് നല്ലതല്ല, അല്ല നെഗറ്റീവാ. കാരണം എന്ന് പറഞ്ഞാൽ തടസ്സം. യഥാർത്ഥത്തിൽ കേരളൊട്ടാകെ എന്നല്ല ലോകമൊട്ടാകെ ഈ ഗണപതിനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇങ്ങനെ ഒരു മൈനസ് വേർഡ് വെച്ച് വിഘ്നേശ്വരൻ. അത് നമ്മളൊന്ന് റീച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ സരസ്വതി എന്ന് പറയാം. സരസ്വതി എന്ന് പറഞ്ഞാല് വിദ്യയാണ് അല്ലേ, അറിവിൻ്റെ. മഹാലക്ഷ്മി എന്ന് പറഞ്ഞാല് ലക്ഷ്മിക്കുട്ടി വരിക എന്നുള്ളതാണ് എല്ലാവരും പറയുക. ഇപ്പൊ കാളി എന്ന് പറഞ്ഞാല് യുദ്ധമൊക്കെ വരികയാണെങ്കിൽ അതിനാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗണപതി എന്തിനുള്ളായിരിക്കും? ഗണപതി വിഘ്നങ്ങൾ നിവാരണം ചെയ്യാനുള്ളത്. വിഘ്നങ്ങൾ നിവാരണം ചെയ്യാൻ ഗണപതി ശരിക്കും ബോധത്തിന്റെ ദേവനാണ്. ബോധേശ്വരനാ, വിഘ്നേശ്വരനല്ല, ബോധേശ്വരനാ. അതായത് വിഘ്നം ഉണ്ടാകുക ബോധം ഇല്ലാണ്ട് വരുമ്പോഴാണ്. എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ, എന്തൊക്കെ പ്രശ്നമുണ്ടോ ഒക്കെ കാരണം നമ്മളെ ബോധം കുറച്ചൊന്ന് അവെയർനെസ് പോയി പോകുമ്പോഴാണ് വിഘ്നങ്ങൾ വരിക, പ്രോബ്ലങ്ങൾ വരിക. ഇപ്പോൾ ധനം ഇല്ലാണ്ട് വരിക, നേരത്തെ പറഞ്ഞ കാര്യം പൈസ ഇല്ലാണ്ട് വരിക, ഇതും ബോധം കുറഞ്ഞുകൊണ്ടാണ്. ബോധത്തോടു കൂടി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ പൈസേൻ്റെ പ്രോബ്ലം ഒന്നും വരില്ല. അത് എന്തായാലും വീടുണ്ടാക്കണം, അപ്പോൾ ഇത്രയും ലക്ഷങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ബോധത്തോടു കൂടി നമ്മളത് അറേഞ്ച് ചെയ്യുകയാണെങ്കിലോ അത് നടക്കും. അത് അല്ല പറയണതാണ് യഥാർത്ഥത്തിൽ വിഘ്നേശ്വരനല്ല, ബോധേശ്വരനാണ്. അതായത് ഒരു വീടുണ്ടാക്കാൻ വേണ്ട 2 സാധനമാണ്. ഒന്ന് ബോധം, 2 ലക്ഷ്മി. അപ്പോൾ സാധാരണ ഇതിൽ ഞങ്ങളതിൽ വാസ്തുവിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഒരു ദീക്ഷയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം അതിൽ നമ്മൾ കൊടുക്കുക മഹാഗണപതി എന്ന് പറയും. മഹാഗണപതി എന്ന് പറയുന്നതിൽ ശരിക്കും ലക്ഷ്മി മടിയിലിരിക്കുന്ന ഗണപതിയായിട്ടാണ്. അതായത് ഐശ്വര്യലക്ഷ്മി എന്ന് പറയും. ഐശ്വര്യലക്ഷ്മി എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഒരു ഐശ്വര്യം ഉണ്ടാകണം, അങ്ങനെയുള്ളത് ഒരു 10 കൈയൊക്കെ ആയിട്ടുള്ളൊരു സങ്കല്പമുണ്ട്. ബീജാപൂരകദേക്ഷു കാർമുകരുജ എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകമൊക്കെ ഉണ്ട് അതിന്. അപ്പോൾ ആ ഒരു ഇതിൽ വരുന്ന ഒരു ഇതുണ്ട്. അതായത് വീടുണ്ടാക്കാൻ വേണ്ടി ഒന്ന് ബോധം ഉണ്ടാവണം, 2 ധനം ഉണ്ടാവണം. ഇത് 2 ഉണ്ടാകണമെങ്കിലാണ് യഥാർത്ഥ ലക്ഷ്മിയെ ഗണപതിയെ ചേർത്ത് പിടിക്കണം. അപ്പോഴാണ് നമുക്കത് സക്സസ് ആകുക. അതായത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഹിന്ദുവിനും മാത്രമല്ല കേട്ടോ, ക്രിസ്ത്യൻ ആയാലും ശരി, ഇസ്ലാം ആയാലും എല്ലാം ഈ 2ഉം വേണം. അതായത് തടസ്സം ഉണ്ടായത് പിന്നെ ധനം ഒഴുകണം. അപ്പോൾ അത് ഹിന്ദുവിലാകുമ്പോൾ അതൊരു പ്രത്യേകിച്ച് ഇന്നാണ് എന്നുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉള്ളതുകൊണ്ട് ഇന്ന ദേവനെ കുറിച്ച് പറഞ്ഞു, അത്രയേ ഉള്ളൂ. വൺമാൻ ഷോ അതിനെ കൊണ്ട് അതിന് പ്രത്യേകിച്ച് പറയില്ല, അത്രയേ ഉള്ളൂ. ഇപ്പം എല്ലാത്തിലും ഇത് തന്നെയാണ് പറയണേ. അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടൽ പറഞ്ഞതെന്ന് പറയുന്നത് 1 ഗണപതി, 2 ലക്ഷ്മി, പിന്നെ ദേശദേവത, കുടുംബദേവത, ഇഷ്ടദേവത. ഈ 5 എണ്ണമാണ് പ്രധാനമായിട്ട് നമ്മൾ ഒന്ന് കാര്യമായിട്ടൊന്ന് സോപ്പിടുന്നത്. കാരണം അവരുടെ ആ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അത് നടക്കുക. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ എടുക്കുന്ന സ്ഥലത്ത് പല ഊർജ്ജങ്ങളുണ്ടാവും. അതായത് നമ്മൾ കാണാൻ കഴിയുന്ന നമുക്കൊരു ഫ്രീക്വൻസി ഉണ്ട്, അതിൻ്റെ പുറത്തുള്ള പല ഊർജ്ജങ്ങളും അവിടെ ഉണ്ടാവും. അതാണ് ചില സ്ഥലത്തുണ്ട് ചാട്ടം ഉണ്ടാവും, ചില സ്ഥലത്ത് പറയും എതിർ പോവുക എന്ന് പറയും, ഇങ്ങനെ പല സാധനവും ഉണ്ടാവും. അതായത് പണ്ട് കാലത്ത് നമ്മളവിടെ ഒരു ദ്രാവിഡ സംസ്കാരമാണ്. അതായത് ശരിക്കും കാട് ആയിരുന്നു. അതായത് ഈ പശ്ചിമഘട്ടത്തിൻ്റെ ഇപ്പുറത്തേക്ക് ആരും ഇറങ്ങില്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കാട് പിടിച്ച് കിടക്കുകയാണ്. പിന്നെ ആ കൂടി ഇവിടെ വരുന്നത് പൈറേറ്റ്സാണ്. പൈറേറ്റ്സ് എന്ന് പറഞ്ഞാൽ കടൽ കൊള്ളക്കാർ. അപ്പോൾ ഈ അറബിക്കടലിൽ നിന്നുള്ള കൊള്ളക്കാരായിരുന്നു ഇവിടെ പ്രധാനമായിട്ട് തമ്പടിച്ചിരുന്ന ആളുകൾ. കാരണം ഈ സ്ഥലം ഒന്നിനും പറ്റില്ല, കാരണം ചേരയും പാമ്പും നിറഞ്ഞ സ്ഥലമാണ്, കാട് പിടിച്ച് കിടക്കുന്നത്. അപ്പോൾ പരശുരാമൻ മഴുവെറിഞ്ഞു കേരളം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ മരങ്ങളൊക്കെ വെട്ടാനുള്ള ആയുധമാണ് എന്ത്? മഴു. അതാണ് ശരിക്കും ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അത് മരങ്ങളൊക്കെ വെട്ടി മാറ്റി ബ്രാഹ്മണരുടെ പല ഭാഗത്തു നിന്നുള്ള ബ്രാഹ്മണരെ കളക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഇതാണ്ടായത്. അപ്പോൾ ഇത് നമ്മൾ അലക്സാണ്ടർ സാറിൻ്റെ ഇതിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കൂടുതൽ. അപ്പോൾ ഇത് പറയുന്നതാണ്. അപ്പോൾ കേരളത്തിൽ പലതരത്തിലുള്ള നിറത്തിലുള്ള ആളുകളെ കാണാം.
ചുവന്ന ആളുണ്ടാവും, മഞ്ഞ ആളുണ്ടാവും, കറുപ്പുണ്ടാവും, നമ്മളെ മാതിരി ബ്രൗൺ ഷെയ്ഡുള്ളവരുണ്ടാവും. ഇങ്ങനെ പലതും ഉണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പരശുരാമൻ പല ഭാഗത്തു നിന്ന് കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന ആളുകളാണ്. ഇതിന് വലിയൊരു രസകരമായിട്ടുള്ളതുണ്ട് കേട്ടോ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വിവാദമാണ് സാധനം. ഈ ഓണം എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിൻ്റെ തന്നെ ആഘോഷമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ടെന്നാ. മഹാബലി കേരളം ഭരിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അത് പിന്നെ പറയാം, അത് കേട്ടിട്ടുണ്ട്. പരശുരാമന്റെ ജന്മവർഷവും ഈ പറയപ്പെടുന്ന മഹാബലിയുടെ ജന്മവർഷം. അത് മാത്രമല്ല, നമ്മളിപ്പോ ദുബായി പോയാലും നമ്മളെ ഓണാഘോഷിക്കില്ലേ അല്ലേ? അതേപോലെ നമ്മളിവിടെ വന്ന ബ്രാഹ്മണന്മാർ വേറെ ഒരു നാട്ടിൽ അവിടെ ആഘോഷിച്ചിരുന്നത് അവരിങ്ങോട്ട് വന്നപ്പോൾ എന്തായി, ഇവിടെ ആഘോഷം തുടങ്ങി. അങ്ങനെ അത് കേരളത്തിൻ്റെ ഭാഗമായി. അതാണ് ഉണ്ടായത്. പക്ഷെ ഇപ്പൊ അതിലേക്ക് നമ്മൾ കൂടുതൽ പോകേണ്ടത് നമ്മൾ വാസ്തുവിലേക്ക് വരാം. നമ്മൾ അങ്ങനെ 5 ദേവതകളെ പ്രസാദിപ്പിക്കുന്നു. അപ്പം പിന്നെ നമ്മളുടെ ആ മനസ്സാന്നിധ്യം വേണ്ട. പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ്, ഏതൊരു കാര്യത്തിനുള്ളത് പറയാ സീ എൻഡ് ഇൻ വ്യൂ. അവസാനം ഇതിനെ എങ്ങനെ എത്തിക്കണം, അത് ആദ്യം നമുക്ക് ബോധം ഉണ്ടാവും. അതായത് ഒരു വീടിന്റെ പണിയിൽ ലാസ്റ്റ് പണി എന്തായിരിക്കും? ഇപ്പൊ ലാൻഡ്സ്കേപ്പിംഗ് ആണ്. അതൊന്നുമല്ല, ലാസ്റ്റ് പണിയാണ് പാല് കാച്ചൽ. എല്ലാം പണി കഴിഞ്ഞ് പാല് കാച്ചി പാല് തിളച്ച് വരുന്നു. ഇതാണ് ലാസ്റ്റ് അതിന്റെ പൂർത്തീകരണം. മനസ്സിലായില്ല? അതായത് ഹിന്ദു ആയാലും ശരി, ഇസ്ലാം ആയാലും ശരി, അടുപ്പിൽ തീ വെച്ച് പാല് പതഞ്ഞു വന്നു. ഇതായിരിക്കണം നമ്മളുള്ള സങ്കല്പം. മാനിഫെസ്റ്റ് ചെയ്യണം. അതാണ്. അപ്പോൾ ലാസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞ് പാല് കാച്ചൽ നടക്കുന്നത്. അപ്പോഴുള്ളൊരു സന്തോഷം, പൂർത്തീകരിച്ച് വരുമ്പോഴുള്ളൊരു സംതൃപ്തി, ഇതാദ്യം നമ്മൾ മെൻ്റലി അതിനങ്ങോട്ട് ഉൾക്കൊള്ളണം. ഊണിലും ഉറക്കത്തിലും ഒക്കെ അത് തന്നെയാണ്. അപ്പോൾ വീടിൻ്റെ പണി വേഗം തീരും. പിന്നെ വാസ്തുശാസ്ത്ര ആചാര്യൻ, ഇതിന്റെ ആശാരി, മേസ്തിരി, എഞ്ചിനീയർ, ഇവരാരും മടക്കാൻ പാടില്ല. ഇവരെയൊക്കെ പ്രസാദിപ്പിക്കണം. വേണം. അതിനൊരു പ്രോസസ്സ് തന്നെയുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും ഇതിനൊരു ഇതന്നെ പറഞ്ഞ് ഇപ്പൊ അങ്ങേക്കൊരു വീടുണ്ടാക്കണമെന്ന് താല്പര്യം വന്ന്, അപ്പം ആദ്യം വരിക നമ്മൾ എന്താണെന്ന് വെച്ചാൽ അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനോട് പറയാം, അച്ഛൻ എനിക്കൊരു വീടുണ്ടാക്കണം എന്നുണ്ട്. അല്ലെ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ സുഹൃത്തുക്കളെ, എടാ എനിക്കൊരു വീടുണ്ടാക്കണം എന്നുണ്ടടാ. പണ്ട് എല്ലാവർക്കും ഗുരുനാഥന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഗുരുനാഥനോടാണ് പറയുക, ഗുരുനാഥ എനിക്കൊരു വീടുണ്ടാക്കണം. അപ്പോൾ ഗുരുനാഥൻ എന്ന് പറയുന്ന ഗുരു എന്ന് പറയുന്നത് ഒന്നാമത്തെ. അപ്പം ഗുരുനാഥൻ പറയും, ഇന്ന സ്ഥലത്ത് ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഒരു വാസ്തുഭാരതി എന്നുണ്ട്, തൃശ്ശൂരുണ്ട്, നീ അവിടെ പോയിക്കുക, അവിടെ ഡോക്ടർ നിശാന്ത് തോപ്പിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മുപ്പര് കുറേ വീടിനൊക്കെ റെഡിയാക്കിയ ആളെ, മുപ്പരൊന്ന് പോയി കാണുന്നത് പറയും. അതായത് രണ്ടാമത്തെ സ്ഥപതി എന്നാണ് പറയുക. ആദ്യം ഗുരുനാഥൻ, പിന്നെ സ്ഥപതി, പിന്നെ അത് കഴിഞ്ഞാലാണ് നമ്മളെ ഓണർ, അതായത് എന്ന് പറഞ്ഞാൽ നമ്മള്. ഇങ്ങനെ ഈ 3 ആൾ കൂടിയിട്ടാണ് ഈ ഇതിനെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ അതിലൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞു പിന്നെ നമ്മൾ നിർമ്മാണത്തിലാണ്. നിർമ്മാണത്തിൽ വരുമ്പോൾ കല്ലാശ്ശേരി ഉണ്ട്, മരാശ്ശേരി ഉണ്ട്. അതുമാതിരി തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഇതെന്താണ് പറയുക, ചരട് വലിക്കുന്ന ആളുണ്ട്, പിന്നെന്താ മണ്ണിൻ്റെ പണി എടുക്കുന്ന ആളുണ്ട്. ഇങ്ങനെ കുറേ ആളുകളുണ്ട്. അപ്പോൾ അതിൽ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പാർട്ട് അവർ ചെയ്യും. പ്രധാനമായിട്ട് ഒരു 4 വിഭാഗത്തിന് തന്നെ അത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോരോ വിഭാഗത്തിനും അവരുടേതായിട്ടുള്ള എല്ലാം ഇഷ്ടത്തുനിന്ന് ചെയ്യണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ സംതൃപ്തി ഉണ്ടാകുക എന്നാണ്. അത് സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ സംതൃപ്തിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യണമാണോ. അല്ലാണ്ട് എന്ന് പറഞ്ഞാൽ ഇത് പണ്ടാരം തീർന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു വൈബ്രേഷൻ ആയിരിക്കും ആ വീട്ടിലുണ്ടാകുക. നേരെ മറിച്ച് സംതൃപ്തിയോട് കൂടിയിട്ട് സ്വന്തം വീടുമാതിരി ഇഷ്ടത്തോടു കൂടി പണിയാണെങ്കിൽ, അപ്പോൾ അതിനാണ് ഇവരെയൊക്കെ സന്തോഷിപ്പിക്കേണ്ട ആവശ്യം. അപ്പോൾ ഒരു കുറ്റിയടിക്കുമ്പോഴായാലും ശരി, ഇനിയിപ്പോൾ ചില നമ്മൾ മലബാർ സ്ഥലത്തൊക്കെ ഉണ്ട്, വീട്ടിൽ കൂടലിൻ്റെ കുറച്ച് ദിവസം മുന്നേ വേറെ ഒരു മുത്തപ്പന് കൊടുക്കാന്ന് പറഞ്ഞ പരിപാടിക്ക് അവിടെ ഉണ്ടാകും. നിങ്ങളെ നാട്ടിലുണ്ട്? അല്ല, എന്താണെന്ന് വെച്ചാൽ അത് എല്ലാവരും ഒരേ ലാംഗ്വേജുകാരല്ല. അല്ല, ഈ പേരിലല്ല. അതാണ് പണിഞ്ഞവർക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക പാർട്ടി അടുത്ത് നമ്മൾ കല്ലൂടി പാർട്ടി എന്ന് പറഞ്ഞാൽ നടന്നു. അല്ല പിന്നെ ഓപ്പൺ പാടില്ല. അല്ല, മേസ്ത്രിമാരും അത് അവരെ സന്തോഷിപ്പിക്കണോ? ഇപ്പോഴാണ്, നേരത്തെ ഇല്ല, ഇപ്പോഴാണ്. അതാണ്. അപ്പൊ അതിന് അവർക്ക് വേണ്ട ഫുഡ് അവർക്ക് കൊടുക്കണം.